നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പൊന്നാനിയിലേത്. പൊന്നാനിയിലാണ് പടക്കളം. വളാഞ്ചേരിയിൽ വെച്ചാണ് ഈ പടക്കളം. ഇവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പൗരാവലി, അതുപോലെ തന്നെ 3 മുന്നണികളുടെയും വക്താക്കൾ എന്നിവർ ചേരുന്നതാണ് നമ്മുടെ പടക്കളം. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പടക്കളം മികച്ച ജനപിന്തുണയോടെ, മികച്ച രാഷ്ട്രീയ ചർച്ചയോടെയാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് പൊന്നാനിയിലും. വളാഞ്ചേരിയിൽ നിന്നുള്ള പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ സലാം വളാഞ്ചേരി, മുസ്ലിം ലീഗ് UDF. ശ്രീ ഇ അഫ്സൽ, CPIM LDF. ശ്രീ രവി തേലത്ത്, BJP NDA. ഞാൻ ആദ്യം സലാമിലേക്കാണ്. സലാം, ഞാൻ സംസാരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് നമ്മൾ ഈ കാറിൻ്റെ ടയറൊക്കെ ഓടി ഓടി തേയുമ്പോൾ ചിലപ്പോൾ പുറകിൽ കിടക്കുന്ന ടയറെടുത്ത് ഫ്രണ്ടിലിടും, ഫ്രണ്ടിൽ കിടക്കുന്ന ടയറെടുത്ത് ബാക്കിലിടും എന്ന രീതിയിൽ ആ സ്റ്റെപ്പിന് പോലും പരീക്ഷിക്കാൻ തയ്യാറാവാത്ത വിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. ലീഗ് ഈ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. മൂന്നാമത്തെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പ്രശ്നം ലീഗ് കുറേ കാലമായി നേരിടുന്നുണ്ട്. ഇത്തവണയും കാര്യമായി നേരിട്ടു. വേണ്ട എന്ന് വെക്കുന്നു. രാജ്യസഭ എന്നൊരു സെറ്റിൽമെൻറ്റ് പൊസിഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇങ്ങനെ കാറിൻ്റെയൊക്കെ ടയർ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും മാറ്റും പോലെ ഒരു പരീക്ഷണത്തിനപ്പുറത്തേക്ക് ലീഗ് പോകുന്നില്ല. അത് ലീഗിൻ്റെ ഒരു പ്രശ്നമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. അത് ലീഗ് അനുഭാവികളിലും പ്രവർത്തകരിലും നിഴലിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിന് ഈ പ്രചരണ രംഗത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ബോധ്യമായി എന്നാണ് പറഞ്ഞത്. വളാഞ്ചേരിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നല്ല പ്രബുദ്ധത നേടിയ ഒരു പ്രദേശമാണ്. പൊന്നാനി മണ്ഡലത്തിലെ ഒരു നല്ലൊരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു കാറിൻ്റെ ടയർ പിന്നിലെ ടയർ മുന്നിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാ യാത്ര സുഗമമായിരിക്കുക, യാത്രക്കാരന് നല്ല സൗകര്യം അല്ല, ഓടിത്തഴിഞ്ഞ ടയറാണെങ്കിൽ നമുക്കത് മാറ്റി വെക്കാമല്ലോ. അങ്ങനെ ഓടിത്തഴിഞ്ഞ ടയറാന്നുള്ളത് പറയേണ്ടത് ആ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയല്ലല്ലോ. ഞാൻ ഈ മുന്നണിയുടെ നേതൃത്വം, അതിൻ്റെ പ്രവർത്തകർ, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ലേ. നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോടൊന്ന് ചോദിച്ചു വെക്കാം, എന്താണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങളൊരു ചർച്ച ചെയ്യും. സലാം, അപ്പോൾ എന്ന് വെച്ചാൽ ഈ 7 നിയോജക മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് കമ്മിറ്റികളും ലീഗ് അനുഭാവികളും അങ്ങനെ ഒറ്റ സ്വരത്തിൽ സമദാനിയെ പൊന്നാനിക്ക് തരൂ എന്ന് ആവശ്യപ്പെടുകയും എന്നാണോ, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? പിന്നെ UDF പ്രവർത്തകരും മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരും. അപ്പോൾ ETA വേണ്ടെന്ന് അവർ പറഞ്ഞോ? ETA വേണ്ടെന്ന് അങ്ങനെ ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ നാടായ, അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ് പിന്നെ മലപ്പുറം മണ്ഡലം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതൊരു തെറ്റാണോ? സമദാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് പൊന്നാനി. ETA സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. എനിക്ക് മനസ്സിലായ കാര്യം, 2011 മുതൽ 16 വരെ ഈ വളാഞ്ചേരി അങ്ങാടി ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന കോട്ടക്കൽ മണ്ഡലത്തെ MLA ആയിരുന്നു അബ്ദുൾ സമദ് സമദാനി. ഈ അടങ്ങുന്ന സലാം വളാഞ്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടിനി അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ് മറ്റൊരവസരം കൊടുക്കാതെ വിട്ടാണ് മുസ്ലിം ലീഗ്. അത്രയും മികച്ച ആളാണ്. അങ്ങനെ മികച്ച ഭാഗ്യം ചെയ്ത് സുഹൃതം ചെയ്ത് ജനങ്ങളായിരുന്നെങ്കിൽ കോട്ടക്കൽക്കാർക്ക് പിന്നെയും ആവശ്യപ്പെടായിരുന്നല്ലോ അബ്ദുൾ സമദ് സമദാനി ഞങ്ങൾക്ക് MLA വേണമെന്നുള്ളത്. അപ്പോൾ കോട്ടക്കലിലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, യൂത്ത് ലീഗുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. വീട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ MLA ഉള്ളിലില്ല എന്ന് പറഞ്ഞ് ആളെ മടക്കി അയച്ച അനുഭവങ്ങളൊക്കെ ആ സമയത്ത് ഈ നാട് ഒന്നടങ്കം ചർച്ച ചെയ്താണ്. അബ്ദുൾ സമദ് സമദാനിയെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ET മുഹമ്മദ് ബഷീറിനെ 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കണ്ടെങ്കിൽ അബ്ദുൾ സമദ് സമദാനിയെ തീരെ കാണാൻ കഴിയാത്ത അവസരം വരും എന്നുള്ളത് മലപ്പുറംകാരുടെ അനുഭവമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ പറയുന്ന കോമഡി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്സ് മാറ്റി വെച്ചു. കോട്ടക്കൽ ബൈപ്പാസിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. ഇതാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം. ഒരു കാരണം പറയണ്ടേ? പൊന്നാനി മണ്ഡലത്തിൽ 15 കൊല്ലം ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച ET മുഹമ്മദ് ബഷീറിനെ എന്തുകൊണ്ട് ഇവിടുന്ന് മാറ്റി? അല്ല, അദ്ദേഹം കാരണം പറഞ്ഞല്ലോ, ETയുടെ നാടതാണ്, അദ്ദേഹത്തിന് സൗകര്യം അതാണ്. അപ്പോൾ ഇത്രയും കാലം നാട്ടിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? 2006 തിരൂരിൽ മത്സരിച്ച് തോറ്റതല്ലേ? അതിനുശേഷം പിന്നെ എന്തുകൊണ്ടാണ് പൊന്നാനി മത്സരിച്ചത്? ET 15 കൊല്ലം ഇവിടെ ഇരുന്നു, ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. സംഘപരിവാരത്തിനെതിരെ ഏറ്റുമുട്ടാൻ ബാധ്യതയുള്ള മുസ്ലിം ലീഗ് സമുദായത്തെ പ്രതിനിധീകരിച്ച് പോയ മുസ്ലിം ലീഗിന് വേണ്ടി ജയിച്ചു പോയ ET മുഹമ്മദ് ബഷീർ കാര്യമാത്ര പ്രസക്തമായ ഇടപെടൽ പാർലമെൻറ്റിൽ നടത്തിയില്ല. ETയെ പൊന്നാനിയിലെ ജനതയും സമദാനിയെ മലപ്പുറത്തെ ജനതയും പായിപ്പിക്കും, ഓടിച്ചിട്ട് വോട്ട് ചോദിച്ചു വന്നിട്ട് എന്തുകൊണ്ട് പിന്നെ കണ്ടില്ല എന്ന് ചോദിക്കും. അത് ഭയന്നാണ് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും
പൊന്നാനിയിലെ ഈട്ടിയ മലപ്പുറത്തേക്ക് മൾട്ടാ പുൾട്ട പരിപാടി മാറ്റിയത് മറ്റൊന്നുമല്ല. ശരി, ശ്രീ രവി, നമ്മൾ സാധാരണ സർക്കാരുകളെ കുറിച്ചാണ് ഈ ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി എന്ന് പറയാറുള്ളത്. ഇവർ സംസാരിക്കുന്നു, ഈ മലപ്പുറവും പൊന്നാനിയുമായി ബന്ധപ്പെടുത്തി എം പിമാരുടെ മാറ്റവും അവരുടെ പ്രകടനവുമൊക്കെ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ഈ മണ്ഡലത്തിൻ്റെ ഒരു വിഷയമാണോ? BJP എങ്ങനെ കാണുന്നു? ഈ എം പിമാർ ആ നിലയിൽ വോട്ടർമാർക്കിടയിൽ ഒരു വിരുദ്ധ വികാരം നേരിടുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തൊട്ടു മുന്നേയുള്ള മണ്ഡലത്തിൽ MP ആയി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ MP എന്നുള്ള നിലക്ക് ലഭിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന തുക പോലും ഫലപ്രദമായി ചെലവഴിക്കാതെ അവിടെ പ്രവർത്തനത്തിൽ വളരെ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളയാളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമുണ്ടായിരുന്ന E.T. മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളവും ഒരു MP എന്നുള്ള നിലക്ക് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ പരാജയമാണ്. ഈ പൊന്നാനി മണ്ഡലത്തിൽ നിലവിൽ മത്സരിക്കാൻ പോകുന്ന ആളും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച ആളും രണ്ടുപേരും അവരുടെ MP എന്നുള്ള നിലക്ക് സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള കാലത്തൊരു തർക്കവുമില്ല. എനിക്ക് ഒരു ചെറിയൊരു ഒരു 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 ആശങ്കയുള്ളത്, അതിന് മറുപടി പറയേണ്ടത് അഫ്സൽ കൂടിയാണ്. ഇവിടെ ഈ 2 MP മാരും മാറി മാറി മത്സരിച്ചപ്പോഴൊക്കെ പല ആളുകളെയും പരീക്ഷിച്ചിട്ടുണ്ട് LDF. ഇപ്പം നല്ലൊരു പരീക്ഷണമായിരുന്നു V. അബ്ദുറഹിമാൻ, ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിയാണ്. അദ്ദേഹത്തിനെ പരീക്ഷിച്ചപ്പോഴാണ് 25,000-ലേക്ക് ആ ഭൂരിപക്ഷം കുറഞ്ഞത്. തൊട്ടടുത്ത തവണ ഈ മണ്ഡലം പിടിക്കണമെന്നും ലീഗിൻ്റെ പ്രവർത്തനം പോരായ്മയുണ്ട്, മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടതിന് പകരം വീണ്ടും 1.25 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നിലമ്പൂരിൽ നിന്ന് ഈ പ്രദേശത്തുകാർക്ക് തീരെ പരിചയമില്ലാത്ത PV അൻവറിനെ മത്സരിപ്പിച്ചു. എന്നാൽ പിന്നെ അടുത്ത തവണ വീണ്ടും അൻവറിനെ മത്സരിപ്പിക്കണ്ടേ? അതില്ല. മറിച്ച് ബാക്കി പല സ്ഥലത്തും ചെയ്തണ്ട. ഇവിടെ തൊട്ടടുത്താണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒരു മന്ത്രിയാണ്. അദ്ദേഹം അവിടെ മന്ത്രിയാണ്, അവിടെ MLA ആയിരുന്നു, പാർട്ടി നേതാവായിരുന്നു. അങ്ങനെയുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ ഇവിടെ ഈ സീറ്റ് പിടിക്കാനും ഇവിടുത്തെ ജനതയോട് ആത്മാർത്ഥയോടുകൂടി ഒരാളെ പാർലമെൻറ്റിലേക്ക് അയക്കാനും ലീഗിനെ തോൽപ്പിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ എന്തേ അബ്ദുറഹിമാൻ ഒരു അവസരം കൊടുത്തില്ല? ശരി, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തോമസ് ഐസക്ക് പ്രമുഖരായ ആളുകളാണ്. ഇവിടെ വരുമ്പോൾ റംസ, ഈ വളാഞ്ചേരിക്കാരായിരുന്ന VP സാനു അവിടെ തൊട്ട് മുന്നേ മത്സരിച്ചതാണ്. ഇത്തവണ അയാളെ മാറ്റി വസീഫാക്കി. അതിനു മുന്നേ അഫ്സൽ മത്സരിച്ചതാണ്. MP ഫൈസൽ മത്സരിച്ചതാണ്. ആളെ ഇങ്ങനെ മാറ്റി ലീഗിനെ സഹായിക്കുന്ന നിലപാട് CPM-ഉം LDF-ഉം അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന വാദത്തിന് ഫലമുള്ളൂ എന്നാണ് ഞാൻ വരാം. അത് ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയും അഫ്സലിൻ്റെ മറുപടി ഇതിലേക്ക് പോകേണ്ടതുമാണ്. അതിനു മുമ്പ് ഞാൻ ഇവരുടെ കമൻറ്റുകൾ കൂടി എടുത്തുകൊണ്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാം. ഒരു പ്രേക്ഷകൻ എന്ന നിലക്ക് എനിക്ക് LDF-ൻ്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. 7 മാസമായി നാട്ടിലെ 45 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് 65 ലക്ഷം പേരുണ്ട്. 50 ലക്ഷത്തോളം വരുന്ന 65 ലക്ഷം പേരുണ്ട്. ആയിക്കോട്ടെ 65 ലക്ഷത്തോളം ആയിക്കോട്ടെ. എന്തായാലും 7 മാസമായിട്ട് 1 രൂപ പോലും പെൻഷൻ കിട്ടാതെ വളരെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ചോദ്യം അതാണ്, നിങ്ങൾ കുടിശ്ശിക വരുത്തുന്നു എന്ന് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോലും സർക്കാരിന് ഇന്ന് പോലും അത് പറയാൻ കഴിയില്ല. എന്നാണ് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ള ഒരു 2 മാസത്തേക്ക് റമദാൻ നോമ്പിന്റെ മുമ്പായിട്ട് ഒരു പക്ഷേ 2 മാസം കൊടുക്കുമായിരിക്കും. ആ 2 മാസം പോലും എന്ന് കൊടുക്കാൻ കഴിയുന്ന പറയും. സുപ്രീം കോടതിയിൽ 13,000 കോടി രൂപ കടം വാങ്ങാനുള്ള അനുമതി കിട്ടി. അതിനുവേണ്ടി സർക്കാർ കാത്തു നിൽക്കുകയാണ്. അഫ്സലിന്റെ മറുപടിയിലേക്ക് പോകേണ്ടി. സുഹൃത്തിനോടൊരു സംശയം. ഇത്ര വാചാലമായി ഈ സർക്കാരിന്റെ ഒരു പ്രശ്നത്തെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ സർക്കാർ മാതൃകയാക്കേണ്ടത് ഈ പെൻഷന്റെ കാര്യത്തിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ ആയിക്കോട്ടെ നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് അത് നിയമസഭയിൽ തെളിയിക്കപ്പെട്ടതാണ്. എത്ര മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് നിയമസഭാ രേഖകളിലുണ്ട്. നിയമസഭാ രേഖ ഒന്ന് കാണിച്ചെന്നാൽ ഞാൻ സമ്മതിക്കാം. ഏത് രേഖയുള്ള രേഖയല്ല നമ്മൾ UDF-ന്റെ ആള് ഇപ്പൊ അവസാനം PC വിഷ്ണുനാഥ് സഭയിൽ രേഖ അവതരിപ്പിച്ചല്ലോ.
അവസാനം കൊണ്ടുവന്ന പ്രമേയവും മറക്കി കെട്ടി പോകേണ്ടി വന്നില്ലേ? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പറയുമ്പോൾ എത്രയായിരുന്നു 2016 പിണറായി സർക്കാർ വരുമ്പോൾ എത്രയായിരുന്നു പെൻഷൻ? എത്രയായിരുന്നു? 600 രൂപ. എത്ര കുടുംബങ്ങൾക്ക്? 37 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇന്ന് എത്രയാണ് പെൻഷൻ? എല്ലാം പറയണമല്ലോ. 1600 രൂപ. പറയട്ടെ, അസഹിഷ്ണുത കാണിക്കല്ലേ, പറയട്ടെ, സത്യം പറയട്ടെ. 1600 രൂപ 65 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇത് ഇത്രയും കൃത്യകാലം കൊടുത്തത് പിണറായി സർക്കാരാണല്ലോ. 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വെച്ച പെൻഷൻ 600 രൂപ വെച്ചുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കയ്യിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരല്ലേ? ഇവിടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നിങ്ങൾ പറഞ്ഞു, അത് മുഴുമിപ്പിച്ചില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ എന്തോ ശമ്പളമൊന്നും മുടങ്ങിയില്ല. ശമ്പളം 7-ാം ദിവസം കിട്ടി. ഇവിടെ ശമ്പളം മുടങ്ങി 1 മാസത്തോളം മുടങ്ങിയ കാലമുണ്ടല്ലോ. ആ കാലത്ത് മുണ്ടുമുറുക്കി എടുക്കണം എന്ന് പറഞ്ഞ UDF മുഖ്യമന്ത്രി AK ആന്റണി മറന്നുപോയോ? ആ AK ആന്റണിയുടെ മകൻ ഇന്ന് BJP സ്ഥാനാർത്ഥിയാണ്. അതുകൂടെ ഓർമ്മിക്കുക സാന്ദർഭികമായിട്ട്. അപ്പോൾ ഇവിടെ കണ്ണടച്ചിരുട്ടാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവൂ. കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവില്ല എന്നുള്ള തെളിവാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്. ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, BJP നേതാവ് പറഞ്ഞപ്പോൾ കൈയടിക്കുന്നത് മൊത്തം മുസ്ലിം ലീഗുകാരാണ്. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ശ്രദ്ധിച്ചാൽ ആശങ്കയുണ്ട്. ഞങ്ങൾ പറയുന്നതാണ്. അല്ല, അതെ, ഞങ്ങൾ BJP നേതാവ് പറഞ്ഞപ്പോ സംഘപരിവാരത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ച. അതെ, നിങ്ങൾ ആർക്കും കൈയടിക്കും. വേണ്ടി വന്നാൽ BJPക്ക് വോട്ട് പിടിക്കാനും നിങ്ങൾ പോകും. അത് തന്നെ പറയുന്നുള്ളൂ. അതാണ് പോയിന്റ്. BJPക്ക് വേണ്ടി 4 വോട്ടിന് 2 സീറ്റിന് വേണ്ടി നിങ്ങൾ BJPയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുമായും ചർച്ച നടത്താനും അവർക്ക് വോട്ട് പിടിക്കാനും വേണമെങ്കിൽ സീറ്റിൽ ജയിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്കൊരു നാണവും ഒരു രാഷ്ട്രീയ പ്രശ്നവുമില്ല. നിങ്ങളത് കേരളത്തിൽ തെളിയിച്ചതാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. BJPയെ തോൽപ്പിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ ചർച്ചയിലെങ്കിലും എതിരാനുള്ള മാന്യത ലീഗർ കാണിക്കണം. നിങ്ങൾ ഇതുവരെ നല്ലൊരു സ്ഥാനാർത്ഥിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കണോ ഇവിടെ? അല്ല, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ലീഗിന്റെ കുറച്ചു മുമ്പ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ഇവിടെ പൊന്നാനിയിൽ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനത്തിനനുസരിച്ചും ഏറിയും കുറഞ്ഞുമൊക്കെ പല ആളുകളെ പരീക്ഷിച്ച് വിജയിച്ചതിൻ്റെ ഇടതുപക്ഷത്തിന് ഏറ്റവും മികച്ച ഒരാളുള്ള പ്രദേശം കൂടിയാണ്. അയാളുടെ പേര് KT ജലീൽ എന്നാണ്. അതുപോലെ തന്നെ താനൂര് ഈ പറയുന്ന ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്നതിനെ പൊട്ടിച്ചു വിട്ട നേരത്തെ പറഞ്ഞ ഇപ്പോ മന്ത്രിസഭയിലെ മന്ത്രിയുടെ പേര് V അബ്ദുറഹ്മാൻ എന്നാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ആ പരീക്ഷണത്തിൽ ഇക്കുറി പൊന്നാനി വിജയിക്കുക തന്നെ ചെയ്യും. തർക്കം ഉണ്ടെങ്കിലാവാം, അല്ലെങ്കിൽ ഞാൻ ഇവരിലേക്ക് പോകും. ഇദ്ദേഹം ചോദിച്ച പോലെ ഞങ്ങളൊക്കെ മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മനസ്സിലാക്കിയ ഒരുപാട് വിജയങ്ങൾ ലീഗിൻ്റെ സ്വാധീന മേഖലയിൽ, ഇപ്പോൾ പറഞ്ഞ ജലീൽ, അതുപോലെ മന്ത്രി അബ്ദുറഹ്മാൻ, TK ഹംസ, എത്രയോ പേരുകൾ, ഇവരെല്ലാം കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്ന് തന്നെ വന്നവരല്ലേ? അവർ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ച് ഇവിടെ മത്സരിച്ച് ലീഗിൻ്റെ കുത്തക സീറ്റുകളിൽ ജയിച്ചിട്ടില്ലേ? PK കുഞ്ഞാലിക്കുട്ടി ഈ മണ്ണിൽ തോൽപ്പിച്ചിട്ടില്ലേ? ET മുഹമ്മദ് ബഷീറിനെ ഈ മണ്ണിൽ തോൽപ്പിച്ചിട്ടില്ലേ? അവരെല്ലാം UDF രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായവർ ഇടതുപക്ഷത്തേക്ക് വന്നല്ലേ? പിന്നെന്താണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചപ്പും ചവറും എന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണ്, ഞങ്ങളുടെ സ്റ്റെപ്പിനെ ഒഴിവാക്കിയ വ്യക്തിയാണ്. അപ്പൊ ജലീലായാലും കോൺഗ്രസിന്റെ അബ്ദുറഹ്മാനും ഒക്കെ കോൺഗ്രസ്സുകാരായിട്ടിരുന്നിട്ടാണോ അല്ലെങ്കിൽ ലീഗുകാരായിട്ടിരുന്നിട്ടാണോ ഇപ്പുറത്ത് മത്സരിച്ചത്? അല്ലേയല്ല. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഞെട്ടലോടെയാണല്ലോ മുസ്ലിം ലീഗുകാർ ഓർക്കുന്നത്. അതൊന്ന് ഓർത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഒഴിവാക്കിയ ആൾക്കാർ മോശക്കാരാണെങ്കിൽ, ഒഴിവാക്കിയ ആളുകൾ മോശക്കാരാണെങ്കിൽ മങ്കട MLA മോശക്കാരനാണോ? മഞ്ഞലാംകുടി അലി മോശക്കാരനാണോ? ഞാനൊരു PM സലാം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. PM സലാം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. ഞങ്ങൾ ഇതേ പറഞ്ഞില്ല, അത് പറഞ്ഞാൽ PM സലാമാ. PM സലാം എന്ന് ജനറൽ സെക്രട്ടറിയാണ്. 2006 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരിണിതപ്രജ്ഞരായ ഒട്ടേറെ സ്ഥാനാർത്ഥികൾ തോറ്റൊരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. MVR തോറ്റു, KR ഗൗരിയമ്മ തോറ്റു. ആ ഒരു കാലത്തിന്റെ, അതെ, അതിന്റെ കുഞ്ഞാൽ സാഹിബ് തോറ്റു. ഞങ്ങളത് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് 2006 വിജയിച്ച നിങ്ങൾ ഈ പറയുന്ന ഈ നാട്ടുകാരനായ അതേ ആൾ
എന്താ 2011 ആയപ്പോൾ ഈ കോട്ടക്കൽ മണ്ഡലം വിട്ടിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു? നിങ്ങളുടെ സ്വന്തം മണ്ഡലം മാറിയില്ലേ? കുറ്റിപ്പുറം മണ്ഡലമായിരുന്നോ? പേര് മാറിയിട്ടുള്ളൂ. പേര് മാറിയിട്ടുള്ളൂ. നിങ്ങൾ ആരെ രണ്ട് വോട്ടാക്കുന്നത്? പഞ്ചായത്തില് പേര് മാറിയിട്ടുള്ളൂ. മണ്ഡല പുനർനിർണയം വന്നതിന് ശേഷം തവനൂരിലേക്ക് മാറി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പറഞ്ഞത്. നാട് ഇതാണ്. ഓക്കേ. ആ മണ്ഡലമാണോ ഈ മണ്ഡലം? അദ്ദേഹത്തിന്റെ നാട് ഉൾക്കൊള്ളുന്ന മണ്ഡലം വിട്ടു അദ്ദേഹം പോയി. ആ ഇനി നാട്ടിലാണോ അതൊക്കെ പോട്ടെ. നിങ്ങളേത് മത്സരിക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ. അല്ല ഞാൻ പറയാം സംസാരിക്കൂ. ഞാൻ പറഞ്ഞോട്ടെ. ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു. ഈ ഹലോ, സീറ്റ് ഘടകകക്ഷി കൊടുത്ത സീറ്റാണ് കോട്ടക്കൽ മണ്ഡലം. ഒരു മിനിറ്റ്. കഴിഞ്ഞ മങ്കടയിലുള്ള ഒരു മിനിറ്റ് മംഗലാപുരയിൽ എന്തുകൊണ്ട് പെരിന്തൽമണ്ണക്ക് മാറിയത്? പൂർത്തിയായിക്കോട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു സ്ഥാനാർത്ഥി ഇറക്കിയെന്നല്ലോ. എന്നെ മുഹമ്മദ് കുട്ടി എന്നാണ് പേര്. എന്നെ മുഹമ്മദ് കുട്ടി. അദ്ദേഹത്തിന്റെ ഒപ്പം വോട്ട് പിടിച്ച് നടന്നിരുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ആ എന്നെ മുഹമ്മദ് കുട്ടി ഇന്ന് അജിത് പവാറിന്റെ പാർട്ടിയിലാ. അജിത് പവാർ ആരാ? BJP-യുടെ സഖ്യകക്ഷിയാ. ആ എന്നെ മുഹമ്മദ് കുട്ടിയെ കൊണ്ടുവരുന്ന നിങ്ങൾ എങ്ങനെയാണ്? അല്ല, മലപ്പുറത്തെ മലപ്പുറത്തെ BJP-യുടെ സ്ഥാനാർത്ഥി ലീഗ് തമ്മിലുള്ള ബന്ധം എന്താണ്? മലപ്പുറത്തെ അബ്ദുൽ സലാം എന്ന് പേരുകൾ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പോയത് യൂണിവേഴ്സിറ്റി VC-യുടെ ചേംബറിലേക്കല്ല, പാണക്കാട് തങ്ങളെ കാണാനാണ്. നല്ല മുറിച്ചാൽ പച്ച ചോര വരുന്ന മുസ്ലിം ലീഗുകാരായിരുന്നു P. അബ്ദുൽ സലാം. എങ്ങനെ മാറി? ഈ അബ്ദുൽ സലാം എങ്ങനെ BJP-യിലേക്ക് എത്തി? ഈ അബ്ദുൽ സലാം എങ്ങനെ BJP-യിലേക്ക് എത്തി? ഏത് യൂണിറ്റ് എന്നുള്ളത് അന്ന് കണ്ടവർക്ക് അറിയാം. നല്ല ലീഗുകാരായിരുന്നു. ഒരു ലീഗുകാരല്ലാതെ ആരെങ്കിലും തങ്ങളെ കാണാൻ വേണ്ടി പോവോ? അല്ല, അഫ്സൽ നിങ്ങളതിൽ ഖേദിച്ചിട്ടോ ശോഭിച്ചിട്ടോ കാര്യമില്ല. അത് BJP-യുടെ മിടുക്ക. എങ്ങനെയാണ് AK ആന്റണിയുടെ മകൻ പത്തനംതിട്ട മത്സരിക്കുന്നില്ലേ? രഘുനാഥ് എന്ന് പറഞ്ഞ DCCയുടെ ജനറൽ സെക്രട്ടറി കണ്ണൂരിൽ 2021 ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ച രഘുനാഥ് ഇന്ന് BJP-യുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാ. പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ ഏറ്റവും വലിയ ക്യാച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ BJP ഇതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ വന്നാലോ രവി MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം MLA ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, രാജ്യസഭ മെമ്പർ ആയിരുന്നു. പിന്നെ മത്സരിപ്പിക്കാതെ എന്താ? കേട്ടില്ലേ? രാജ്യസഭ MP പിന്നെന്താ മത്സരിപ്പിക്കാതെ? അതല്ലല്ലോ. ഈ അബ്ദുള്ള കുട്ടിയെ കൊണ്ട് അബ്ദുള്ള കുട്ടിക്ക് സീറ്റ് കൊടുക്കാതെ എന്താ? അങ്ങനെയാണ് മലപ്പുറത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ പോരെ? ഒരു ചോദ്യമുണ്ട് UDF-ന്റെ ആളോടാണ്. UDF-ന് 18 MP-മാരുണ്ട് കേരളത്തിൽ നിന്ന്. 18 ഞങ്ങളറിവില് 18 ഉള്ളൂ. ഞാൻ എൻ്റെ അറിവില് വന്നിക്കോളന്നൊക്കെ അറിയില്ല. അതൊരു ചെറിയ തിരുത്തിയല്ലോ, അത് വലിയ കാര്യമാണ്. ഈ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനക്കെതിരെ ഈ 18 MP-മാരും ഒന്ന് കേരളത്തിനോടൊപ്പം നിന്നിട്ടുണ്ടോ? രണ്ടാമത് കേരളം കൊടുത്തൊരു ഒരു നിവേദനം അതിലൊന്ന് ഒപ്പുവെക്കാൻ പോലും ഈ 18 MP-മാർ തയ്യാറായിട്ടുണ്ടോ? ഇതിനെപ്പറ്റി KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 18 ആളും പോയി അവിടെ പോയി കളക്കാന്നാണ് പറഞ്ഞത്. ഇതേ നിലപാടാണ് UDF-ന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ആണോ? ഒന്നാമത് എനിക്കതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ, ഒന്നാമത് കുറച്ച് നമ്മൾ വിശാലമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് അപ്പുറത്തൊക്കെ പുറത്ത് ലോകം ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതിനപ്പുറത്ത് ലോകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. വ്യക്തിപരമായ ചോദ്യം ഉത്തരം പറയാം കേൾക്ക്. ഒരാളെ ചോദിച്ചാൽ അയാളുടെ നാടിന് പുറത്ത് പറഞ്ഞാണോ ഉത്തരം പറയാ? വെറുതെ എന്തായാലും പറയാം. പിന്നെന്താ നിങ്ങൾക്ക് അത് ഇവിടെ പറയണം. ഇപ്പോഴും 19 MP-മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് പിൻവാങ്ങി. അതാണ് ആ സുഹൃത്ത് ഉന്നയിച്ച പ്രശ്നം. എങ്ങനെയാണ് CPM-നെ വിശ്വസിച്ച് BJP-ക്കെതിരെ ഒരു സമരത്തിന് ഇറങ്ങുക എന്ന് നിങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കാം? അല്ല, കോൺഗ്രസിനെ വിശ്വസിക്കാലോ. ഞാൻ പറയാം CPM-നെ വിശ്വസിച്ചിട്ട്. കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ കൂകി വിളിക്കണ്ട, അത് നിങ്ങളുടെ സ്ഥിരം പതിവാ. ഞാൻ പറയാം, ഇത് CPM-ന്റെ പ്രശ്നമോ കോൺഗ്രസിന്റെ പ്രശ്നമോ ലീഗിന്റെ അല്ല. കേരളത്തെ മോദി സർക്കാർ സാമ്പത്തികമായി ഒന്നിച്ചു പോകാം. CPM-മായി യോജിച്ച് ഒരു സമരത്തിനും
UDF ഉണ്ടാവില്ല. ഒന്നതാണ്. അതിൻ്റെ കാരണം CPM എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം അവസരവാദ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന മറ്റൊരു പാർട്ടി കേരളത്തിലില്ല. കേരളത്തിന്റെ പേരിൽ പണ്ട് റേഷന് വേണ്ടി നടത്തിയ 60കളിലെ സമരത്തിന് ശേഷം ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, DMK നേതാക്കൾ, എല്ലാ നേതാക്കളും പങ്കെടുത്ത കേരളത്തിന്റെ അന്തസ്സായ ദേശീയ സമരമാണ് കണ്ടത്. കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ശരിവെക്കുന്നതാണ് കണ്ടത്. നിങ്ങളാണ് അവിടെ പാളിപ്പോയത്, നിങ്ങൾക്കാണ് പാളിപ്പോയത്. അഫ്സൽ, ഇതിൽ കോൺഗ്രസും ലീഗും, ഇന്നിപ്പോൾ സലാം ഇതൊക്കെ പറയുന്നെങ്കിലും ഈ വിഷയം രൂക്ഷമായി നിന്ന സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് ലീഗിനുണ്ടായിരുന്നോ? കേരള സർക്കാരിന്റെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, സാമ്പത്തിക പ്രതിസന്ധി ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ വേണ്ടി ഇടത് സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ BJPയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായ എല്ലാം കൈകോർത്ത് സമരത്തിനിറങ്ങാൻ ഒരു മടിയും ലീഗിനുണ്ടായിട്ടില്ല. ഒരു മടിയും ലീഗിനുണ്ടായിട്ടില്ല. തങ്ങൾ പോയിട്ട് BJP സമരം ഉണ്ടായിട്ടില്ലേ? അപ്പൊ CPM ഞങ്ങൾ ഒറ്റ സമരം നടത്തിക്കോളാം. ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ ആർക്കാണ് ബോധ്യപ്പെടാത്തത് ഇവിടുത്തെ UDFനും BJPക്കും മാത്രമാണ്. ഇവിടെ ലോക്സഭാ MP മാരുടെ ധർമ്മം എന്താ? ലോക്സഭാ MP മാരുടെ യോഗം വിളിച്ചു. ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കാം, ഒപ്പിടാം, നമുക്ക് മന്ത്രിമാരെ പോയി കാണാം, പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട തുക ഇവിടെ നിന്ന് പിരിച്ചു പോകുന്ന ₹1 ടാക്സിൽ വെറും 50 പൈസയാണ് കേരളത്തിന് ലഭിക്കുന്നത്. ഉത്തർപ്രദേശിൽ 2 ലഭിക്കുന്നു, അപ്പുറത്ത് ഉത്തരേന്ത്യയിൽ മറ്റു സംസ്ഥാനത്ത് ₹2.5 ലഭിക്കുന്നു. ഇത് പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അത് പ്രശ്നമല്ലേ? ഇനി ഓരോ വിദ്യാർത്ഥികൾ ഉച്ചക്കഞ്ഞിൽ ഉൾപ്പെടെയുള്ള കുടിശ്ശിക, UGC കുടിശ്ശിക, ഏതൊക്കെ കുടിശ്ശികയുണ്ട്? ഇത് നിയമസഭാ രേഖകളല്ലേ? ഈ പ്രശ്നം വെച്ച് ഉന്നയിക്കുമ്പോൾ എന്താ UDFന് MP മാർ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് കേരളത്തിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് കേരളത്തിന് അർഹമായ പണം നൽകിയില്ല എന്നുള്ള ചോദ്യം ഒരു UDFന് MP ചോദിച്ചില്ല. ഇവിടെ BJPക്കാരൻ പറഞ്ഞു കണക്ക് കൊടുക്കേണ്ടത്. കണക്ക് കൊടുക്കാൻ ഒരു തീയതി പറഞ്ഞാൽ ആ തീയതി കകവാണ് കൊടുക്കുക. BJPയുടെ ഔദാര്യമല്ല. ഇവിടെ ഇത് BJPയുടെ ഔദാര്യമല്ല. ഗവൺമെന്റാണ്. ഇന്ത്യ ഗവൺമെന്റ് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് അല്ല സലാം, അതിലൊരു പ്രശ്നമുണ്ട്. അതായത് പ്രേമചന്ദ്രന്റെ നിർമ്മലാ സീതാരാമനോടുള്ള ആ ചോദ്യം കേരളത്തിന് ദോഷകരമായ ചോദ്യവും UDF രാഷ്ട്രീയത്തിന് അനുകൂലമായ ചോദ്യമായിരുന്നു എന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ്. പോട്ടെ, അതേ പ്രേമചന്ദ്രനാണ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാലോ, അതേ പ്രേമചന്ദ്രനാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മോദിയുമായി ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തത്. UDF യോജിക്കുന്നുണ്ടോ? UDFിലെ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള സഹ MP മാരോട് ചോദിച്ച് അനുമതി വാങ്ങിച്ചിട്ടാണോ അദ്ദേഹം പോയത്? സലാമിന്റെ അഭിപ്രായം എന്താണ്? പിണറായി വിജയനും കേരള സർക്കാരുമായി ചായ കുടിക്കാൻ പോലും നിങ്ങളില്ല. അങ്ങനെ കോൺഗ്രസിനെ വളർത്തണ്ട എന്ന് K മുരളീധരൻ പറയുമ്പോൾ മോദിക്കൊപ്പം സൗഹൃദ വിരുന്നിലിരുന്ന് അങ്ങനെ ഇരിക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ എന്റെ ചോദ്യം, ബാക്കി വരുന്ന UDF MP മാരോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകട്ടെ, നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ? പ്രേമേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടോ? ET-യോട് ചോദിച്ചിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ? VD സതീശനോട് ചോദിച്ചിട്ടുണ്ടോ? മറ്റ് MP മാരുടെ കൺസെന്റ് വാങ്ങിയിട്ടുണ്ടോ? UDFന് ചേരുന്ന ഒരു നിലപാടെടുക്കുന്നതിൽ പറ്റുമോ? പ്രേമേന്ദ്രനെ ന്യായീകരിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്ന, നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്ന ആളാണല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു സ്വീകരണവും യാത്രയപ്പോ രാജ്യത്തെ മറ്റൊരു BJP ഇതര സംസ്ഥാനത്തും ET മുഹമ്മദ് ബഷീറിനെ വിളിച്ചാൽ അല്ലെങ്കിൽ സമദാനിയെ വിളിച്ചാൽ അദ്ദേഹം പോകുമോ? അവരാണ് പറയേണ്ടത്. ലീഗ് പറയണം. രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു പോകില്ല. അപ്പൊ പ്രേമേന്ദ്രന്റെ പോകിന് എന്തോ കുഴപ്പമുണ്ട്. മറുപടി പറയേണ്ടത് എനിക്ക് പ്രേമേന്ദ്രൻ അല്ലല്ലോ, അദ്ദേഹം ഈ മുന്നണിയുടെ ഭാഗമല്ലേ? അത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പോകും, MP മാര് പോകും, സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ ET മുഹമ്മദ് ബഷീർ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ എനിക്ക് പറ്റില്ല എന്ന് എന്റെ പഞ്ചായത്ത് മെമ്പർക്ക് പറയാൻ പറ്റുമോ? അത് വേറെ നരേന്ദ്രമോദിയും BJP നേതാക്കന്മാരും NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ചായ കുടിക്കാൻ വേണ്ടി പോയി എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയെ കുറിച്ച്
അദ്ദേഹം ദൈവത്തിന്റെ അവതാരമാണെന്ന കണക്കെ പ്രസംഗിച്ചു ചാനൽ മുഴുവൻ. പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയിൽ നരേന്ദ്രമോദിയെ പറ്റി പുകഴ്ത്തി സംസാരിച്ചു NK പ്രേമചന്ദ്രൻ. ലീഗിന് അഭിപ്രായമുണ്ടോ? NK പ്രേമചന്ദ്രൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടോ? NK പ്രേമചന്ദ്രനെ കൂടെ ചായ കുടിച്ച പല MP-മാരും ഇന്ന് BJP-യിലേക്ക് എത്തി. NK പ്രേമചന്ദ്രനും BJP-യിലേക്കുള്ള യാത്രയിലാണ്. ശരി, ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെ ചോദ്യം കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഫ്സൽ സഖാവിനോടാണ്. ഇപ്പോൾ വരുന്ന മാനിഫെസ്റ്റോയിൽ പ്രവാസികൾക്ക് വേണ്ടി എന്താണ് LDF നീക്കിവെച്ചിട്ടുള്ളത്? NDA സർക്കാരിൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എന്താണ് ചെയ്യുന്നത്? മാനിഫെസ്റ്റോയാണ് പ്രശ്നം. അതെ, പ്ലീസ്. 66 സീറ്റിൽ മത്സരിക്കുന്ന ഒരു CPM-ൻ്റെ പ്രതിനിധി നിങ്ങൾക്കൊരു 40 സീറ്റ് കിട്ടിയാൽ, ഒരു തൂക്കു മന്ത്രിസഭ തന്നാൽ, നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ കൂടെയാണ് നിൽക്കുക? ഞങ്ങൾ വ്യക്തമല്ല, ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ്. RSS വിരുദ്ധമാണ്, നരേന്ദ്രമോദിക്കെതിരാണ്. ഞാൻ പറഞ്ഞോട്ടെ, ആദ്യമായി എനിക്ക് ഉറപ്പ് നൽകാനുള്ളത് 66 പേരിൽ ജയിച്ച ആളുകളെല്ലാം ജയിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ കൂടെ ഉണ്ടാകും, CPM-ന്റെ കൂടെ ഉണ്ടാകും, BJP-യിലേക്ക് പോകില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPIM. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളുടെയും കൂടെ, സംഘപരിവാർ വിരുദ്ധ നീക്കങ്ങളുടെ കൂടെ മുഖാമുഖം സംഘപരിവാരത്തോട് ഏറ്റുമുട്ടാൻ CPIM ഉണ്ടാകും. 11 മുൻ മുഖ്യമന്ത്രിമാർ, കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗദാംബിക പാൽ, ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഇങ്ങനെ കഴിഞ്ഞ മാസം മാത്രം 35 പേർ കോൺഗ്രസുകാർ, പത്മജ ഉൾപ്പെടെ BJP-യിലേക്ക് എത്തി. വിശ്വസിച്ച രാഷ്ട്രീയത്തിന്റെ കൂടെ, പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറപ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. പക്ഷേ അഫ്സൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം മറക്കരുത്. ശ്രീ സലാം പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഇന്നലെ BRM ഷഫീർ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു, മണിക് സർക്കാരിന്റെ മകനും മകളും BJP പോയിന്ന്. മണിക് സർക്കാർ മക്കളില്ല. എന്തൊരു കള്ളം പറഞ്ഞ് എനിക്ക് തോന്നുന്നത് സിദ്ധാന്തം എന്ന് പറയും. ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ സത്യമായി മാറുമെന്നുള്ള സത്യാനന്തര കാലത്ത് ഇതാണ് പരിപാടി. ഒരു നുണ 100 ആവർത്തി പറയാം. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഏത് CPM ആഫീസാണ് BJP ആഫീസായി മാറിയത്? 100 കണക്കിന് പേർ കഴിഞ്ഞ ഇത്തവണ നരേന്ദ്രമോദിയുടെ കൂടെ MP ആയിരിക്കുന്ന 150ഓളം പേർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. പേരൊന്ന് ചെറുതായിട്ട് ഭേദഗതി വരുത്തിയാൽ മതി. ഇപ്പോഴത്തെ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ കോൺഗ്രസ് നേതാവായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഇവിടെ വന്ന് നിങ്ങളുടെ നേതാവായി ഒപ്പം നിന്ന് മുഖ്യമന്ത്രിയായി. പക്ഷേ ഷഫീറിന് മണിക് സർക്കാരിനായിരിക്കും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് നാളെ വന്നില്ല. ഷഫീർ അതോടെ ഏറലായി. അത് വേറെ കാര്യം. CPM-ന്റെ നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിന്റെ ആളുകൾ BJP-യിലേക്ക് പോയ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ. ഈ ആളുകളെ മുന്നിൽ ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ. അല്ല നമുക്ക് പറഞ്ഞിട്ട് പോവാം. CPM-ൽ പേര് ഞാൻ പറയും. പേര് ഞാൻ തരും. കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നതല്ല. 11 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് BJP-യിലേക്ക് പോയി. ഒരു സംശയം അപ്പൊ മാറ്റി പറയുന്നത് പേര് സഹിതമാണ്. 11 മുൻ മുഖ്യമന്ത്രിമാർ, BJP മുഖ്യമന്ത്രിമാരെ മുൻ കോൺഗ്രസ് നേതാക്കൾ, നിലവിൽ നരേന്ദ്രമോദിയുടെ കൂടെ MP-മാരായിരിക്കുന്ന BJP MP-മാർ 150ഓളം പേർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഗാന്ധിയുടെ കാലത്ത് ഭരിച്ച കോൺഗ്രസ്സുകാർ തന്നെയാണ് BJP-ൽ വരിക. മാർക്സിസ്റ്റ് പാർട്ടി ക്ഷീണിക്കുമ്പോ മാർക്സിസ്റ്റുകാരാണ് BJP-ൽ വരിക. BJP വളരുമ്പോ അതിന് ഗവേഷണം നടത്തി മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നേ ഉള്ളൂ. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്താം. അഭിപ്രായം തന്നാൽ മതി. മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു പ്രവാസികൾക്ക് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് നടപ്പിലാക്കുന്നു പറഞ്ഞ് നടപ്പിലാക്കിയില്ലേ? എത്ര സംരംഭം ഇവിടെ മലപ്പുറത്ത് വന്നു? എത്ര സംരംഭം മലപ്പുറത്ത് വന്നു? എത്ര പുതിയ സംരംഭം കേരളത്തിലാകെ വന്നു? ഒരു വർഷം 10,000 സംരംഭം മാത്രം ആരംഭിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് 1.5 ലക്ഷം സംരംഭം ആരംഭിക്കുന്നു. അതിൽ ഭൂരിപക്ഷം പ്രവാസികളുടേതാണ്. ആക്കിയത് കൊണ്ടാണ്, ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ്.
ഒരു വികസനം പോലും ചുരുക്കി വേണം. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ ഉയർത്തി കാണിച്ച് പറയാൻ UDF ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന്റെ ഭാഗമാണ് നിർത്തിയില്ല. സമദാനി സാഹിബിനെ ഇവിടെ തെരഞ്ഞെടുത്തതിലാണ് ഇവർക്ക് വിഷമം. ഞങ്ങൾ മാറ്റണം ഞങ്ങളെ വണ്ടിയുടെ ടയറുകളാണ്, അല്ലാതെ ആറാന്റെ ടയർ ഞങ്ങളെ വണ്ടി ടയർ മാറ്റിയാൽ വികസനം ഉണ്ടാവില്ല എന്ന് ബോധ്യമായി. 15 സ്ഥാനാർത്ഥികളും യുവാക്കളാണോ നിങ്ങളുടെ ആൾക്കാർ? യുവാക്കളാണോ നിൽക്കുന്നത്? മുസ്ലിം ലീഗിന്റെ സംഘപരിവാർ വിധേയ രാഷ്ട്രീയത്തോട് കലയിച്ചാണ് KSM സംഘവും മുസ്ലിം ലീഗ് വിട്ടുപോകുന്നത്. സംഘപരിവാരത്തോട് യുദ്ധം ചെയ്യാനാണ് മറുപടി വന്നത്. അതുകൊണ്ട് ഉത്തരമില്ല. ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം കൊടുക്കി. യാസർ അറിയാലോ, മുസ്ലിം ലീഗ് കേരളത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത് അല്ലേ? അല്ല, 2 സീറ്റിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കോൺഗ്രസ് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ മുട്ടുമടക്കി. 16 സീറ്റിൽ മത്സരിക്കുന്ന CPM എത്ര യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തു? വസീഫ് യുവാവല്ലേ? 16 സീറ്റിൽ വസീഫ് യുവാവല്ലേ? വണ്ടി ഓടിച്ചാൽ നാടെങ്ങനെ പുരോഗതി ഉണ്ടാവും? അതെന്റെ ചോദ്യം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പൊന്നാനി നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ടല്ല കാണുന്നത്. ഇത് പാർലമെന്റിലേക്കുള്ള ഇ.ടി. മുഹമ്മദ് ബഷീറും സമദാനിയും പാർലമെന്റിൽ ആവശ്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും പറയുന്നത് ഞങ്ങളുടെ ഏറ്റുമുട്ടൽ മുസ്ലിം ലീഗിനോടല്ല, സംഘപരിവാരത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ്. മുസ്ലിം ലീഗിന് എന്താണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം? മുസ്ലിം ലീഗ് ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു, ഈ ന്യൂനപക്ഷങ്ങളുടെ ശത്രു സംഘപരിവാരല്ല, BJP അല്ല, CPM ആണ് എന്ന്. ഈ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ പ്രാധാന്യത്തെക്കുറിച്ച്, ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ഈ രാജ്യം ജനാധിപത്യപരമായി മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചയും ആശങ്കയും നിൽക്കുന്ന ഒരു കാലമാണ് മോദി സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട്, BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് മുമ്പ് വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയോ സലാം? പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നു. ആ നിയമം നിലവിൽ വന്നു. അപ്പോൾ ചട്ടങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കി. ഇത്തരമൊരു ഘട്ടത്തിൽ അതിന് ആ BJP രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ മുന്നണി കേരളത്തിൽ പോലും ശക്തമല്ല എന്നൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുന്നണി നേരിടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ BJPയിലേക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പോയാൽ അത് ഏറ്റവും ആഘോഷിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ആരാവട്ടെ, വിമർശിക്കുകയാണ്. അങ്ങനെ പോയവരൊന്നും ചെറിയ മീനല്ല. പറഞ്ഞോട്ടെ, പ്രഗത്ഭനായ ഒരാൾ പോയി എന്ന് തന്നെ വെക്കാം. പക്ഷെ 11 മുഖ്യമന്ത്രിമാർ പോയി. ഇന്നലെ ഹരിയാനയിൽ ത്രിപുരയിലെ CPM-ന്റെ മുൻ MLA, ത്രിപുരയിലെ CPM-ന്റെ മുൻ MLA മുബഷിർ അലി ഏതെങ്കിലും ഒരു BJP നമ്മളത് കണ്ടോ? ശരി രവി, ഏതെങ്കിലും ഒരു ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പൊന്നാനി തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് രാജ്യത്തെ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നത്തെ അവതരിപ്പിച്ചാണ് ചർച്ച പോകുന്നത്. സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അപ്രസക്തമാക്കിയിരിക്കുന്നത് ഏകപക്ഷീയമായ വിജയത്തിലേക്ക് മാരകമാണ് കേട്ടോ. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അമേഠിയിൽ മത്സരിക്കുമോ എന്ന് പോലും അറിയില്ല. ഉത്തരേന്ത്യ കൈയൊഴിഞ്ഞ പോലെ ഇങ്ങി വന്ന് ഈ തെക്കേ അറ്റത്ത് ഈ ചേട്ടന്മാരെല്ലാം കൂടെ മത്സരിക്കുകയാണ്. ഇന്നലെ വരെ ജീവിച്ചതുപോലെ നാളെയും ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പെന്ന് ആദ്യം മുസ്ലിം ലീഗുകാരും UDF മനസ്സിലാക്കണം. എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന BJPയെ ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഈ രാജ്യത്തെ ജനത നടത്തേണ്ടത്. ആ ജനത നടത്തുന്ന സമരത്തിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുമെന്ന് വിശ്വാസമുള്ള ആളുകളെയാണ് വിജയിപ്പിക്കേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുലായം സിംഗ് പറഞ്ഞ കാര്യം എന്താ? ആ കോൺഗ്രസിന് കൊടുത്ത സീറ്റ് കൂടെ ഇടതുപക്ഷത്തിന് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ്, എങ്കിൽ അധികാരത്തിൽ വരാമായിരുന്നു എന്നാണ്. കോൺഗ്രസ്സുകാർ പച്ചവെള്ളത്തിൽ നമ്പാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ പരിപാടിയാണ് പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ വളരെ ലളിതമായ ചോദ്യം ഇന്ത്യയിലെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു പേഴ്സണൽ ആയിട്ടൊരു കാര്യം, 2009 ഞങ്ങൾ ഇതേപോലെ കൈരളി ന്യൂസ് പടക്കളവുമായി വരുമ്പോൾ ഒരു 9ാം ക്ലാസ്സുകാരൻ അവിടെ എവിടെയോ നിന്നിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് അന്ന് വളരെ വൈറലായിരുന്നു. ആ കുട്ടിയാണ് ഇന്നിവിടെ നിൽക്കുന്ന അഫ്സൽ. യെസ്, അപ്പോൾ അഫ്സൽ താങ്ങട്ടെ, ഒട്ടും കുറയ്ക്കേണ്ട ചോദിക്കും.
മൈദ കുഴക്കാനും ചുമരുമ തേക്കാനും യോഗയുള്ളൂ. ഞങ്ങൾക്കത് മതി. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങൾ പുതിയ ആളുകളെ ഇറക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോ പുതിയ ആളുകളെ ഇറക്കും. ഒരു കാര്യം അല്ല, ഞാൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് UDFന്റെ മുസ്ലിം ലീഗിന്റെ കോട്ട എന്നൊക്കെ പറഞ്ഞ് മംഗലം ഡിവിഷന് 4000-5000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് SFIയുടെ ജില്ലാ പ്രസിഡന്റായി വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന സമയത്ത് 4000-ൽ പരം വോട്ടിന് ജയിച്ച ആളാണ് സഖാവ് അഫ്സല്. ആ അഫ്സലിനെയാണ് വെറും പോസ്റ്റർ ഒട്ടിക്കാന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഈ പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മോശമുള്ള കാര്യമല്ല. ഞാൻ ഇന്നലെ പോസ്റ്റ് ഒട്ടിച്ചു. ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ചിട്ടില്ലാത്തവരെ നേതാക്കന്മാരാക്കുമ്പോഴാണ് മണ്ണിലെ മനുഷ്യന്റെ അനുഭവവും ജീവിതവും അറിയാതെ പോകുന്നത്. ഞാൻ അഫ്സലിനോട് നേരത്തെ ചോദിക്കാൻ വന്നത്, ഇന്ന് ഇന്ത്യയിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരും. രാമക്ഷേത്ര നിർമ്മാണം ഒരു നിലപാട് പറയോ? അന്ന് പറഞ്ഞ നിലപാട് പറയോ? ബാബറി മസ്ജിദ് നിലപാട് പറയോ? ബാബറി മസ്ജിദ് നിലപാട് പറയോ? ഏതാണ് നിലപാട്? ബാബറി മസ്ജിദ് ഉദ്ഘാടനം നടക്കുന്നത് വേഷം കെട്ടി പോയതാണോ? അതാണ് നിലപാട്. ഏതാ നിലപാട്? ഒരൊറ്റ നിലപാട് പറയാ. സംഘപരിവാരത്തിനോട് മതനിരപേക്ഷ ചേരിയിൽ നിന്ന് ഏത് നിലപാടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് 10000-കണക്കിന് കോടിക്കണക്കിന് രൂപ BJPയും കോൺഗ്രസും കൈപ്പറ്റി. അന്ന് അത് സ്വീകരിക്കില്ല നിലപാട് പ്രഖ്യാപിച്ച ഏക പാർട്ടി CPIM ആണ്. കോടതിയിൽ പോയി കേസ് നടത്തി കോടതി ഇലക്ഷൻ BJP വാങ്ങിച്ചത് 6000 കോടി. 6000 കോടി. അതിനെതിരെ അഫ്സൽ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ട് ബിൽക്കിസ് ബാനു. ആരാണ് ബിൽക്കിസ് ബാനു വേണ്ടി സംഘപരിവാരത്തോടെ യുദ്ധമോ തെറ്റുമുട്ടിയത്? എവിടെയായിരുന്നു? ഡൽഹി ന്യൂനപക്ഷത്തിന്റെ വീടുകൾ പൊളിക്കുമ്പോൾ ആരായിരുന്നു കേസ് നടത്തിയത്? കാശ്മീർ വിഷയത്തിൽ ആരാണ് സുപ്രീം കോടതിയിൽ പോയത്? മുസ്ലിം ലീഗ് എവിടെയായിരുന്നു? അതിജീവിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ പോയത് ബൃന്ദ കാരാട്ടാണ്. മണിപ്പൂരിൽ പോയി ആദ്യം സന്ദർശിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ഏറ്റുവാങ്ങിയ വനിതയുടെ പേരാണ് അനിരാജ എന്നാണ്. ഉറപ്പായും പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് രവി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വളരെ വ്യാപകമായി LDFന്റെ UDFന്റെ ഇന്ത്യയിലെ മതേതര സമൂഹം അതീവ ഗൗരവത്തോടു കൂടെ ഉത്കണ്ഠയോടുകൂടെ നോക്കിക്കാണുന്നതാണല്ലോ CAA NRC അല്ലേ? CAA NRC വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹർജിയാണ്. ബാക്കിയുള്ളവർക്ക് അതിൽ വന്ന് കക്ഷി ചേരാൻ വേണമെങ്കിൽ ഈ രാജ്യത്ത് ആദ്യമായി ഒരു നിയമസഭാ പ്രമേയം പാസാക്കിയത് അതിനെതിരെ കേരളത്തിലാണ്. അതിന്റെ മാതൃകയാണ് രാജ്യത്തെ BJP പ്രതിനിധികളാണ്. കാരണം ലോകസഭയ്ക്കാണ് തെരഞ്ഞെടുക്കുന്നത്. 8 വർഷം 9 വർഷമായി അവിടെ ഭരിച്ചിട്ട് 10 ആവാൻ പോകുന്നത്. ഇത്ര കാലമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം കുത്തുവാടെടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വരുന്ന 50 രൂപയായിരുന്നു ഡീസലിന്, അല്ല ഡീസലിന് 60 രൂപേൻ്റെ മേലെ ഇത് പെട്രോളിന്, ഗ്യാസിന് അതിലും ചുരുക്കമായിരുന്നു. ഇപ്പം അത് കയറി 1000-ന്റെ മേലായിട്ടുണ്ട്, ഡീസലിന് അതിന് മേലായിട്ടുണ്ട്. ഇതിന് ഈ 10 വർഷമായിട്ട് നിങ്ങൾ അഹങ്കാരത്തോടെ പറയണ്ടല്ലോ, 10 വർഷമായി അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. ഈ പട്ടിണി കൂടുക, ജനങ്ങളെ ദാരിദ്ര്യരാക്കാന്നല്ല, പണക്കാരാവുന്നല്ലാതെ എന്താണ് BJPക്ക് ഒരു ഫോർമുല? ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പൗരത്വ ഭേദഗതി നിയമത്തിൽ വന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം രാജ്യത്തെ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നതും വർഗീയമായി വിഭജിക്കുന്നതുമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് മാത്രം ലക്ഷ്യമിട്ട് ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പോകാമോ? കേരളം അതിശക്തമായി ഒരുപക്ഷെ നിങ്ങളെ കുറെ കൂടി അകറ്റി നിർത്തുന്നതിനിടവരുത്തില്ലേ ശ്രീ രവി? നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഭക്ഷണം, വീട്, വെള്ളം, വൈദ്യുതി, വഴി, വിദ്യാഭ്യാസം,
ആരോഗ്യം, ഇങ്ങനെയുള്ള അടിസ്ഥാന ഒന്ന് പ്രശ്നങ്ങൾ വിട്ടു. ഞാൻ പറയട്ടെ, സ്വാതന്ത്ര്യം, ഞാൻ പറയട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അടിസ്ഥാനപരമായ അവകാശങ്ങൾ ആവശ്യങ്ങൾ. ഇന്ത്യയുടെ ശക്തമായ ഒരു ഭരണഘടന അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത് രവി. ഞാൻ പൂർത്തിയാക്കി. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വിളിച്ച മുദ്രാവാക്യം. അതിനർത്ഥം മതത്തെ വിഭജിക്കാനല്ലല്ലോ രവി. ഞാൻ പറയട്ടെ മതപരമായ അത് ഒരു രാജ്യത്തെ നിങ്ങളുടെ വിഭജിക്കണം. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ അത് അല്ലല്ല, നിങ്ങളുടെ അത് കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാടിനെ പ്രശ്നം. മുദ്രാവാക്യം ഇന്നും ഉൾപ്പെടെ അല്ലാതെ വിളിക്കുന്നുണ്ട്. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. കുറിച്ചാണ് കാഴ്ചപ്പാടിന്റെ പ്രശ്നം. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് ധാരാളം ഭക്ഷണത്തിന് ആവശ്യമായ അരി കൊടുക്കുന്നു. അവരുടെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ എത്രാം അവർക്ക് സ്ഥാനമാണ്? നിങ്ങൾ ലോക ഭക്ഷ്യ സൂചികയിൽ എത്രാം സ്ഥാനത്താണ്? വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം അങ്ങനെ ഇതാണ് പാവങ്ങൾക്ക് വേണ്ടത്. അവിടെ നിങ്ങൾ വർഗീയമായി വിഭജിക്കാതിരുന്നാൽ മതി. ജനങ്ങളോട് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നു, ജനങ്ങൾക്ക് വീട് കൊടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി വികസനം നടക്കുന്നു, റോഡ് ഉണ്ടാക്കുന്നു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ കുറെ കാലം ലീഗ് ഭരിച്ചിട്ട് എന്തായിരുന്നു അവസ്ഥ? മോദിയുടെ ഭരണം തന്നെയാണല്ലോ ഇന്ത്യയിൽ. 10 കൊല്ലമായിട്ട് നിങ്ങൾ കയറുന്നില്ലേ? നിങ്ങൾ ജനങ്ങളെ വികസനം മറച്ചു വെച്ച് വർഗീയത ചിരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും വിശ്വസിക്കില്ല. നരേന്ദ്രമോദിയുടെ 3ാം വരവിന് വേണ്ടി ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ സർക്കാരാണ് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്ന സർക്കാർ. ഇത്തരം വിവരാവകാശ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പോലെ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ നിങ്ങൾ വന്നപ്പോൾ തൊഴിലുറപ്പ് കൂലി എത്രയാ? ഞാനൊന്ന് പറഞ്ഞു. ഗവൺമെന്റ് വന്നപ്പോൾ ഇപ്പൊ കൂലി എത്ര? ആളുകൾക്ക് എത്ര കോടി കൊടുക്കുന്നുണ്ട്? കണക്ക് പറയും. അങ്ങനെയാണെങ്കിൽ വ്യത്യാസം ഇവിടെ നിങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യം പറയും. നിങ്ങൾ കൊണ്ടുവന്നാണെന്നല്ല പറഞ്ഞത്. ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മൃഗത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയാൻ നമ്മൾ നാണിക്കുന്നു. ഇപ്പോൾ ഒരക്ഷരം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ, ഈ കൊല്ലപ്പെട്ടവൻ്റെ കൂടെ നികുതി പണം കൊണ്ടല്ലേ പ്രധാനമന്ത്രി പിന്നെ രാജ്യം ഭരിക്കുന്നത്. ഒരക്ഷരം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ എത്ര ആളുകൾ, അൻസാരി, പിന്നെ എന്താ പറയാ, ജുനൈദ്, പെഹ്ലു ഖാൻ, 100 കണക്കിന് പേരുകൾ നമുക്ക് എണ്ണി പറയാനില്ല. ഒരക്ഷരം മിണ്ടിയോ നമ്മുടെ പ്രധാനമന്ത്രി? ഒരക്ഷരം മിണ്ടിയോ? മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ലോക പിന്നെ സൂചികകളിൽ മുഴുവൻ, ജനാധിപത്യത്തിന്റെ സൂചിക, പട്ടിണി, എല്ലാത്തിലും നമ്മൾ വലിയ വലിയ തകർച്ച നേരിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഫാസിസത്തെ തൂത്തെറിയാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ അബ്ദുൾ സമദ് സമദാനിക്ക് കോണി അടയാളത്തിൽ രേഖപ്പെടുത്തുക എന്നതാണ് വിനീതമായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആര് അധികാരത്തിൽ വന്നാലും നരേന്ദ്രമോദിയും RSSും അധികാരത്തിൽ വരരുതെന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് ആര് പ്രധാനമന്ത്രിയായാലും. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ BJPയുടെ നേതാവ് പറഞ്ഞു, ഇവിടെ പട്ടിണി മാറ്റി എന്നെല്ലാം പറഞ്ഞു. വേൾഡ് ഹങ്കർ ഇൻഡെക്സ് എന്നൊരു സാധനമുണ്ട്. 130 രാജ്യങ്ങൾ 111ാം സ്ഥാനത്താണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ എന്താ പട്ടിണി എന്ന് അറിയാലോ? 24 മണിക്കൂറിനിടെ 0 ഫുഡ് ലഭിക്കുന്ന ഒരു കുട്ടിക്ക് പോലും 24 മണിക്കൂറിനിടെ ഒരു വയറ്റിലേക്ക് ഒരു അപ്പം പോലും ലഭിക്കാത്ത 2 മില്യണിലധികം കുട്ടികൾ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ കണക്കാണ്. ഈ കണക്കൊക്കെ നരേന്ദ്രമോദി സർക്കാർ വിഴുങ്ങുകയാണ്. ഇപ്പോൾ കണക്കൊന്നുമില്ല, സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടുത്തെ ഒറ്റ കാര്യം ഇവിടെ ഒരു ഉദാഹരണം എടുക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരനായ ഹിന്ദുവിന് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് എന്ത് നേട്ടം ഉണ്ടായി? മുസ്ലിം നാമധാരിയായി ഞാൻ ഈ വളാഞ്ചേരി അങ്ങാടി പോയി പെട്രോൾ പമ്പ് അടിക്കുമ്പോൾ 110 രൂപ കൊടുക്കണ്ടേ? രവി തേലത്ത് 110 കൊടുക്കണ്ടേ? ഹിന്ദുവിന് മെച്ചമുണ്ടോ? 310 രൂപയെന്ന് ഗ്യാസ് സിലിണ്ടറിന് ഇന്ന് RSSന്റെ നാമജപ ഘോഷയാത്രക്ക് പോയി പിണറായി വിജയനെ പള്ളി വിളിച്ച സ്ത്രീക്ക് ഇളവുണ്ടോ? ആ പൈസ തന്നെ കൊടുക്കണ്ടേ? 1700 രൂപ കൊടുക്കണ്ടേ? ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി 100 രൂപ കുറച്ചെങ്കിലും. ഇപ്പോൾ ഏത് ഹിന്ദുവിനാ മെച്ചം? ഈ നാട്ടിൽ ഹിന്ദുരാഷ്ട്രം വന്ന ഏത് ഹിന്ദുവിനാ മെച്ചം? സവർണ ഹിന്ദുക്കൾക്ക്, കോർപ്പറേറ്റ് ഹിന്ദുക്കൾക്ക് ഈ നാട്ടിൽ കോർപ്പറേറ്റുകൾ ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ കണക്ക് ഈ ദിവസം ഇരുട്ടി വെളുത്താൽ 3600 കോടി രൂപയാണ്. 3600 കോടി രൂപ. ഈ നാട്ടിൽ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ കോർപ്പറേറ്റ് ലാഭം ഉണ്ടാക്കുകയാണ്. ഈ വലതുപക്ഷം, തീവ്ര വലതുപക്ഷ പാതയിലേക്ക് BJPക്ക് പോകാൻ പാത വെട്ടിയത് കോൺഗ്രസ് ആണ്. പൊതുമുതൽ വിൽക്കാൻ ഓരോ കാര്യത്തിലും നവലിബറൽ നയങ്ങളിൽ, ഓരോ കാര്യത്തിലും സാമ്പത്തിക നയത്തിൽ ഒരു വ്യത്യാസവുമില്ല. സാമ്പത്തിക നയത്തിൽ ഒരു വ്യത്യാസവുമില്ല.
ഈ നിമിഷവും ഞങ്ങൾ പറയാണ്, സാമ്പത്തിക നയത്തിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകളുടെ കൂടെയാണ്, കുത്തക മുതലാളിമാരുടെ കൂടെയാണ്, അംബാനിമാരുടെ മദാനിമാരുടെ കൂടെയാണ്, ഞങ്ങൾ വർക്കിംഗ് ക്ലാസിന്റെ കൂടെയാണ്. ഇവിടെ അതിശക്തമായി ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആർക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും സാമ്രാജ്യത്വ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ ജനവിധിയുടെ യഥാർത്ഥ ജേതാക്കളായി മാറാനാവുക? പൊന്നാനി വിധി എഴുതും മുമ്പ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. എല്ലാവർക്കും വളരെയധികം നന്ദി.